ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ശൈലേഷ് അഖിൽ വ്ളോഗ്സ്. അപ്പം നമ്മളിന്ന് നിൽക്കുന്നത് ചെറുതോണി ഡാമിൻ്റെ തീരത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടിയിലേക്ക് പോവാം. നല്ലൊരു വിഷ്വൽ ബ്യൂട്ടിയാണ്. അപ്പം ചെറുതോണി ഡാമിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റും. നല്ലൊരു കുളിക്കാൻ പറ്റിയൊരു സ്ഥലം ഇവിടെ ഉണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഡാമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അത് ഇവിടെ വന്നിട്ട് ചെറുതോണി ഡാമിൻ്റെ അടുത്ത് ഇവിടെ കുറേ കരിക്ക് കടകളൊക്കെ ഉണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് പറഞ്ഞു തരും. അതിനൊക്കെ ഒരു ചെറിയൊരു വഴിയാണ്. നമുക്ക് ആ വഴി കൂടെ ഇറങ്ങിയിട്ട് നമുക്ക് കുളിക്കുന്ന സ്ഥലത്തോട്ട് പോവാം ഇപ്പം. അപ്പം നമ്മളങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ചെറിയ ലഘുഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുവന്ന് കഴിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പോകുന്ന വഴിയൊക്കെ നമുക്ക് കാണാം. നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റാണ്. ഈ വേനൽ സമയത്തും നല്ല തണുത്ത കാറ്റാണ്. നല്ല ഇളനീര് കണക്കത്തെ വെള്ളം, അതേ കണക്ക് തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് കാണാൻ ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് പോകാം. ഓക്കെ, നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മളിത് റോഡാണ്. നമ്മളിവിടെ വണ്ടി ഒതുക്കി. നമുക്കൊരു ചേച്ചി, കരിക്കടയിലെ ചേച്ചി നമുക്ക് പറഞ്ഞു തന്നു. നമ്മളതിനൊക്കെ നമ്മൾ വന്നിട്ട് ഇവിടെ ഇടയിലൂടെ നമ്മൾ വരികയാണ്. ഇതാണ് ഒരു വഴി. ഓക്കെ, നമുക്ക് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിറങ്ങണം. കാരണം ആൾക്കാർ ഇറങ്ങിയൊരു വഴിയായതാണ്. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഇതിലുള്ളൊന്നും വഴിയൊന്നുമല്ല. സൂക്ഷിച്ചിറങ്ങുക. അത് നമുക്ക് നല്ലൊരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ അതേ കണക്ക് ഇറങ്ങി നേരെ നമ്മൾ താഴത്തോട്ട് പോവുകയാണ്. ഇതാണ് സംഭവം. അയ്യോ, കുറച്ചുകൂടെ താഴത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതി രമണീയമായിട്ട് കുളിക്കാൻ പറ്റിയ സ്ഥലം. വെള്ളത്തിൻ്റെ കളർ കണ്ടോ? ഇത്രയും ക്ലിയർ വെള്ളം എവിടെയില്ല. അടിപൊളി. മലയുടെ ഇടയ്ക്കൊക്കെ നമുക്കിത് ഇത്രയും വലിയ മലയുടെ ഇടയ്ക്ക് വരുന്ന പനിനീര് കണക്കത്തെ വെള്ളത്തിൽ നമുക്ക് കുളിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ തന്നെ ഇറങ്ങണ്ടോ, വേറെ വഴിയൊന്നുമില്ല. ഇത് നടന്നിറങ്ങുക. നമ്മുടെ ഒരു കൂട്ടുകാരെന്തേ കഷ്ടപ്പെട്ട് ഇറങ്ങി പോകുന്നുണ്ട്. വേറെ ഇതുണ്ട്, ഇറങ്ങുന്ന നോക്കി ഇറങ്ങിയാൽ മതി. ആ ചേട്ടൻ മുളയും കൊണ്ട് കയറി വരുന്നുണ്ട. അയ്യോ പോരാ, ചേട്ടൻ കയറി പോരാ. ചേട്ടാ സാധനമുണ്ടാ. ചേട്ടൻ താഴെ നിന്ന് മുളയൊക്കെ വെട്ടി കയറി വരികയാണ്. നമ്മുടെ ഒരു സുഹൃത്ത് താഴെ ഒരു മണിക്കൂർ മുമ്പേ പോയിട്ട് അവിടെ തപസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചെറുതോണി ഡാമിൻ്റെ മുമ്പിൽ. ചെറുതോണി ഡാമല്ല, നമുക്ക് മുമ്പിൽ ഇറങ്ങാൻ പറ്റിയ ഒരു സ്പോട്ട്. ആ ചെറുതോണി ഡാമിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്കൊരു ഗുഹയുണ്ട്. ഗുഹയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മലകൾ നിൽക്കുന്ന ഒരു ഗുഹ. നമുക്കിവിടെ ഡ്രസ്സൊക്കെ മാറാം. നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടുന്ന് ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. ലേഡീസിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ കൂട്ടുകാരൻ ഇവിടുന്ന് ഡ്രസ്സ് മാറുകയാണ്. അത് കാണിച്ചു കൊടുക്കത്തില്ല. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞ അത്രയും നല്ലൊരു ഗുഹ. നമ്മൾ മറ്റേ വയനാട്ടിലെ എടക്കൽ ഗുഹയിൽ പോകുന്നതാണ്. അതൊക്കെ പക്ഷെ എടക്കൽ ഗുഹ വയ്ക്കുന്നതൊക്കെയല്ലേ നിൽക്കുന്നത്. സൂപ്പറല്ലേ? ഓക്കെ, ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക. എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യുക. നമ്മുടെ ഈ സ്ഥലം എൻജോയ് ചെയ്ത് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഓക്കെ, താങ്ക് യു. നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ്. നമ്മളിത് ഇറങ്ങാൻ പോവുകയാണ്. നമ്മുടെ സുഹൃത്ത് അയ്യോ, എല്ലാവരും ഇടുക്കി വന്നു കഴിഞ്ഞാൽ ചെറുതോണി ഡാമിന് മുമ്പായിട്ടുള്ള ഈ സ്പോട്ടിൽ ഇറങ്ങുക. നല്ല വിഷ്വൽ ബ്യൂട്ടി, ഏറ്റവും വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെ രാജ്യം ഇതടിച്ചിട്ടുണ്ട്. ഇത്ര തെളിഞ്ഞ വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ചെറുതോണിയിലെ ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അത് അടിപൊളി വെള്ളമാണ്. നോക്ക് കേട്ടോ, പ്യുവർ വെള്ളം. നമുക്ക് അടിത്തട്ട് മൊത്തം നമുക്ക് കാണാം. നമ്മുടെ സുഹൃത്ത് ഇറങ്ങിയിരിക്കുന്നു. നമ്മൾ ഉച്ച സമയത്ത് ഇറങ്ങിയിട്ട് പോലും നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, ഈ സ്പോട്ട് കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെറുതോണി ഡാമിലാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വരും ഇവിടെ എൻജോയ് ചെയ്യുക. ഇത് സുൽഫി, ഇത് അരുൺ, ഇത് അവിനാഷ്, ശൈലേഷ് പ്രഭു. താങ്ക് യു. ഓക്കെ.